ഇന്ന് ഏപ്രിൽ 21. 2019 ഏപ്രിൽ 21 ഈസ്റ്റർ ദിനത്തിലായിരുന്നു ശ്രീലങ്കയിൽ 269 പേരെ അതിക്രൂരമായി കൊന്നൊടുക്കിക്കൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ ശ്രീലങ്കയിലെ പള്ളികളിൽ പൊട്ടിത്തെറിച്ചത്. ഈ ഭീകരാക്രമണത്തിൽ 600ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൊളംബോ സെന്റ് ആന്റണി ദേവാലയത്തിലും നെഗബോ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലും ബാറ്റിക്കലോ സിയോൺ ദേവാലയത്തിലും അടക്കമുള്ള സ്ഥലങ്ങളിലായിരുന്നു തീവ്രവാദികൾ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയത്. സെന്റ് ആന്റണി ദേവാലയത്തിൽ കൊല്ലപ്പെട്ടത് 50 പേരായിരുന്നു. സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 27 കുട്ടികൾ ഉൾപ്പെടെ 115 പേരായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് ദേവാലയമായിരുന്ന സിയോണിൽ സൺഡേ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ 30 പേരാണ് മരിച്ചു വീണത്. ഇതുകൂടാതെയായിരുന്നു ശ്രീലങ്കയുടെ മറ്റ് ഭാഗങ്ങളിൽ നടന്ന സ്ഫോടനങ്ങൾ. ഈ ഉഗ്രസ്ഫോടനങ്ങൾ നടത്തിയത് 9 ചാവേറുകളായിരുന്നു. വളരെ കൃത്യമായി ക്രൈസ്തവരെ തന്നെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ നാഷണൽ തൗഹീദ് ജമായത്തായിരുന്നു. മതവെറി തലയ്ക്കു പിടിച്ച കുറച്ച് മതഭ്രാന്തന്മാരുടെ ചോരക്കൊതി പൂണ്ട അഴിഞ്ഞാട്ടമായിരുന്നു ലോകം മുഴുവൻ അന്ന് ശ്രീലങ്കയിൽ ദർശിച്ചത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ആക്രമണത്തിന്റെ അന്വേഷണം കേരളത്തിൽ വരെ എത്തി എന്നുള്ളതാണ്. ഇത്രയും ചെറിയ ഒരു ഭൂപ്രദേശമായ കേരളം ആഗോള തീവ്രവാദത്തിന്റെ ഹബ്ബായി മാറുന്നു എന്ന ആരോപണങ്ങളെ അരക്കിട്ട് ഉറപ്പിക്കാൻ പോകുന്നതായിരുന്നു ഈ സ്ഫോടനങ്ങളിലെ കേരള ബന്ധം. കേരളത്തിൽ എന്തുകൊണ്ടാണ് തീവ്രവാദം ഇതുപോലെ വളരുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രസക്തമായ ചോദ്യം. വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണന നയങ്ങളാണ് ഇതിന് പിന്നിലുള്ള പ്രധാന കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ലോകം മുഴുവൻ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തെ അപലപിച്ചപ്പോൾ ഹമാസിനെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിശേഷിപ്പിച്ച് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും. ഇതുപോലെ തീവ്രവാദികൾക്ക് വേണ്ടി കരയുന്ന പ്രീണന രാഷ്ട്രീയക്കാരും തീവ്രവാദികളുടെ അന്നം തിന്ന് കൊഴുക്കുന്ന ചില മാധ്യമങ്ങളും തീവ്രവാദ ആക്രമണങ്ങൾ മൂലം ശ്രീലങ്കയിലടക്കം കൊല്ലപ്പെട്ടതും കൊല്ലപ്പെടുന്നതുമായ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ വാക്കുപോലും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപമാണ്. സ്ഫോടനം നടന്നിട്ട് 5 വർഷം കഴിയുമ്പോഴും ഇനിയും ഇതിൻ്റെ ഇരകൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നതാണ് ശ്രീലങ്കയിലെ ചാവേർ ആക്രമണത്തിൻ്റെ മറ്റൊരു ദുഃഖകരമായ വസ്തുത. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുകയോ നഷ്ടപരിഹാരം വേണ്ട വിധത്തിൽ ലഭിക്കുകയോ ചെയ്തിട്ടില്ല. ശ്രീലങ്കയിലെ കത്തോലിക്ക സഭയാണ് ഇന്നും ഈ വിഷയത്തിൽ നീതിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭീകരാക്രമണത്തിന് നേരിട്ട് വിധേയമായ 400 കുടുംബങ്ങൾക്കായി 1 ലക്ഷം യൂറോ ഫ്രാൻസിസ് മാർപ്പാപ്പ സാമ്പത്തിക സഹായം നൽകിയിരുന്നു. അന്നേ ദിവസം ക്രൈസ്തവ ദേവാലയങ്ങളിൽ കൊല്ലപ്പെട്ട 273 പേരെയും രക്തസാക്ഷികളായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി കർദിനാൾ മാൽക്കം രഞ്ജിത്തും പറയുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ച ശത്രുക്കൾക്ക് ഞങ്ങൾ സ്നേഹമാണ് നൽകുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു.